ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിച്ചിരിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. വിശ്വാസികൾ അറിഞ്ഞ് അംഗീകരിക്കേണ്ടതായ സത്യം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു തങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ക്രിസ്തു ആരാണ് എന്ന് കൊലോസ്യലേഖനം 2:9 പറയുന്നു. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു സമ്പൂർണ്ണ ദൈവമെന്ന വസ്തുതയ്ക്കുള്ള വ്യക്തമായ തെളിവാണ് ഈ വാക്യം. ദൈവത്വത്തിൻ്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ മാത്രം വസിക്കുന്നു. റോമാലേഖനം 9:5 വായിക്കുന്നത്, സർവ്വത്തിനും മീതെ ദൈവമായി വിരാജിക്കുന്നവൻ യേശുക്രിസ്തുവാണ് എന്നത്രേ. ഫിലിപ്പിയ ലേഖനം 2:6 ദൈവരൂപത്തിൽ ഇരുന്നവനായ യേശുക്രിസ്തുവിനെ കാണുന്നു. മാത്രമല്ല, ദൈവത്തോട് സമത്വമുള്ളവൻ എന്ന നിലയിലും തന്നെ വെളിപ്പെടുത്തുന്നു. ഈ കാര്യം യേശുക്രിസ്തു അംഗീകരിച്ചിട്ടുള്ളതായി മത്തായി സുവിശേഷം 28:19 വ്യക്തമാക്കുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യഗണത്തിന് വലിയ നിയോഗം നൽകുമ്പോൾ പറയുന്നത്, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നാണ്. 1:1:1 ആയിരിക്കുന്നത് പോലെ ത്രിയേകനായ ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ഈ സത്യത്തെ ഉറപ്പിക്കുന്ന വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14:23. ഈസ്കര്യാത്തോവ് അല്ലാത്ത യൂദ യേശു കർത്താവിനോട് ചോദിച്ചതിന് ഉത്തരമായി യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ആഹാ, ഒരു വിശ്വാസിക്കുള്ള മനോഹരമായ ദൈവിക കൂട്ടായ്മ. സ്തോത്രം. അതിൻ്റെ ഘനം തീത്തോസിൻ്റെ ലേഖനം 2:12 വെളിപ്പെടുത്തുന്നുണ്ട്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഈ ലോകത്തിൽ ആയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തു മഹാദൈവമാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ സത്യം ബോധ്യപ്പെട്ടതുകൊണ്ട് തോമാശ്ലീഹ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിച്ച് നമസ്കരിച്ചതായി യോഹന്നാന്റെ സുവിശേഷം 20:28 വിവരിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് പലരും വിശ്വസിക്കുന്ന തോമാശ്ലീഹായുടെ വിശ്വാസവും ഏറ്റുപറച്ചിലും നമുക്കും അനുകരണീയമാണ്. എബ്രായ ലേഖനകാരൻ 1:8-10 വാക്യങ്ങളിൽ 45-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം ചേർത്തുവച്ച് 3 പ്രാവശ്യം പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നതായി വിവരിക്കുന്നു. പുത്രനോടോ, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. പിതാവ് പുത്രൻ ദൈവമാണ് എന്ന് പറയുന്നു. പുത്രൻ പിതാവ് ദൈവമാണ് എന്നും പറയുന്നു. പിതാവും പുത്രനും പരസ്പരം ദൈവത്വം അംഗീകരിക്കുന്നു എങ്കിൽ സൃഷ്ടികളായ മനുഷ്യർ സൃഷ്ടാവിൽ സംശയം ഉള്ളവരായിത്തീരുന്നത് ലജ്ജാകരം തന്നെ. യാതൊരു സംശയവുമില്ലാതെ യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്ന യോഹന്നാൻ പറയുകയാണ്, അവിടുന്ന് സത്യദൈവമാണ്, നിത്യജീവൻ അവങ്കിൽ നിന്നേ ലഭിക്കൂ എന്ന്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5:20 വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം സർവശക്തനാണ് എന്നത് ഏവരും അംഗീകരിക്കുന്നതാണ്. ആ സർവശക്തി യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വരുന്നതായി വെളിപ്പാട് പുസ്തകം 1:8 കാണുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ പ്രയോഗങ്ങൾ നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഉള്ളതാണ് എന്ന് വ്യക്തം. ആ കർത്താവായ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് വെളിപ്പാട് 4:8 പറഞ്ഞിട്ടുണ്ട്. ദൈവം ത്രിയേകൻ എന്ന സത്യം യെശയ്യാവിൻ്റെ പുസ്തകം 6:3 വിവരിക്കുന്നുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു.
കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖംമൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു. മനോഹരമായ ഒരു വെളിപ്പാട്. എന്താണ് വെളിപ്പെട്ടത്? ദൈവം ത്രിയേകനാണ് എന്നും ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഉള്ളത് കർത്താവായ യേശുവാണ് എന്നും ആ കർത്താവിനെ തന്നെയാണ് സൈന്യങ്ങളുടെ യഹോവ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും ആ ഭാഗം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സെഖര്യാവിൻ്റെ പുസ്തകം 9:9 വായിക്കുന്നത്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് കയറി വരുന്നു. ഈ രാജാവ് ഏതെങ്കിലും മാനുഷിക രാജാവല്ല. പിന്നെയോ യെശയ്യാവിൻ്റെ പുസ്തകം 33:22 യഹോവയാണ് നമ്മുടെ രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ സെഫന്യാവ് 3:15 ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ എന്ന പ്രയോഗം കാണാം. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ ദൈവമാണ് എന്ന് 17-ാം വാക്യത്തിലും എഴുതിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ നിവൃത്തി എന്ന നിലയിൽ മത്തായി 21 വായിക്കുന്നു, യേശു കർത്താവും ശിഷ്യന്മാരും യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമല അരികെ ബേത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന കഴുതയെ കാണും, അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. ഈ വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ സെഖര്യാവ് 9:9 നിവൃത്തിയായത് മത്തായി 21 യേശു കർത്താവ് കഴുതപ്പുറത്ത് യെരൂശലേമിൽ പ്രവേശിച്ചപ്പോൾ ആണ് എന്നത് വ്യക്തം. രാജാവായ യഹോവ കഴുതപ്പുറത്ത് വരും എന്ന് പ്രവാചകൻ പ്രവചിച്ചു. യേശു കർത്താവ് കഴുതപ്പുറത്ത് വന്ന് വ്യക്തമാക്കിയത് യഹോവ എന്ന പ്രയോഗം യേശു കർത്താവ് എന്ന പ്രയോഗം തന്നെയാണ് എന്നാണ്. ഈ നിലയിൽ വെളിപ്പെട്ട സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തുവാണ് മഹത്വത്തിൻ്റെ പ്രത്യാശ. ആ ക്രിസ്തുവാണ് നമ്മിൽ വസിച്ച് കർത്തൃത്വം നടത്തുന്നത്. ആ കരങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്ന് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഏവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.